എല്ലാവർക്കും നമസ്കാരം. ഡോക്ടർ സൗമ്യ സെന്നാണ്. ഇന്നത്തെ നമ്മുടെ ടോക്കിന്റെ ക്യാപ്ഷൻ വായിച്ച ആളുകൾക്ക് ചിലപ്പോൾ അത്ഭുതം തോന്നും. എന്താണ് ഡോക്ടർ ഇങ്ങനെ ഒരു ടോപ്പിക് തിരഞ്ഞെടുത്തത്? ടോപ്പിക് ഇതാണ്: എന്താണ് പീരീഡ്സ്, അല്ലെങ്കിൽ എന്താണ് ആർത്തവം? അപ്പൊ എല്ലാവരും വിചാരിക്കും, ഇതിപ്പോ അറിയാത്ത ആരെങ്കിലും ഉണ്ടോ, അല്ലെ? എന്താണ് ആർത്തവം എന്ന് അറിയാത്ത ആരെങ്കിലും ഉണ്ടോ? സ്ത്രീകൾക്ക് പ്രായപൂർത്തിയാവുന്ന സമയത്ത് എല്ലാ മാസവും ഒരു പ്രത്യേക ദിവസത്തിൽ, അതായത് ഒരു 28 ദിവസ സൈക്കിളിൽ മാസം അതേ സമയത്ത് തന്നെ വജൈനയിലൂടെ അല്ലെങ്കിൽ യോനിയിലൂടെ രക്തസ്രാവം ഉണ്ടാകുന്നു. അതാണല്ലോ പീരീഡ്സ്. സോ ഇതറിയാത്ത ആരാ ഉള്ളത് എന്ന് വിചാരിക്കും. എന്നാൽ ഇന്ന് ഞാൻ പറയാൻ പോകുന്ന അതല്ല. നമ്മളിൽ എത്ര പേർക്കറിയാം എന്താണ് ഇതിലുണ്ടാകുന്ന ഒരു പ്രവർത്തനം? കാരണം ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. എങ്ങനെയാണ് ഈ ബ്ലീഡിംഗ് ഉണ്ടാവുന്നത്? എവിടെ നിന്നാണ് ഈ ബ്ലഡ് വരുന്നത്? എന്താണ് നമ്മുടെ ശരീരത്തിൽ, അതായത് സ്ത്രീ ശരീരത്തിൽ സംഭവിക്കുന്നത്? എവിടെ നിന്നാണ് ഇങ്ങനെ ബ്ലീഡിംഗ് ഉണ്ടാവുന്നത്? സോ അതിനെപ്പറ്റി എനിക്ക് തോന്നുന്നു സ്ത്രീകൾക്ക് വരെ വലിയ ഒരു ബോധ്യമില്ല. ഇത് എന്തുകൊണ്ടാണ് ഞാൻ ഇപ്പൊ പറയണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ, പലരും എന്നോട് ചോദിച്ചു, എങ്ങനെയാണ് നമ്മൾ പെൺമക്കൾക്ക് ആർത്തവം എന്താണ് എന്ന് പറഞ്ഞു കൊടുക്കേണ്ടത്, പീരീഡ്സ് എന്താണെന്ന് പറഞ്ഞു കൊടുക്കേണ്ടത്? അതിനാദ്യം നമുക്കൊരു വിവരം വേണം, അല്ലെ? എന്താണ് പീരീഡ്സ് എന്നുള്ളതിന് നമുക്ക് ആദ്യം ഒരു വിവരം വേണം. സോ അതിനുവേണ്ടി കൂടിയാണ് നിങ്ങളുടെ അറിവിലേക്കായിട്ടും പെൺമക്കളുള്ള, അല്ലെങ്കിൽ പെൺമക്കൾ മാത്രമല്ല, പെൺമക്കളും ആൺമക്കളും എല്ലാ കുട്ടികളും അറിഞ്ഞിരിക്കേണ്ടതാണ് എന്താണ് പീരീഡ്സ് അല്ലെങ്കിൽ ആർത്തവം എന്നുള്ളത്. അപ്പൊ അവർക്ക് വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന ഒരു മെത്തഡാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോകുന്നത്. അപ്പൊ നിങ്ങളുടെ അറിവിലേക്കാണ്, അതിന്റെ കൂടെ തന്നെ നിങ്ങളുടെ മക്കൾക്ക് പറഞ്ഞു കൊടുക്കാൻ കൂടി ഇത് ഹെൽപ്ഫുൾ ആയിരിക്കും. സോ പീരീഡ്സ് വരുന്നത് യൂട്രസിൽ നിന്നാണ്, അതായത് ഗർഭപാത്രത്തിൽ നിന്നാണ്. ഗർഭപാത്രത്തിനുള്ളിൽ നിന്നാണ് ഈ ബ്ലീഡിംഗ് ഉണ്ടാവുന്നതെന്ന് എല്ലാവർക്കും അറിയാം. അത് യോനി വഴി പുറത്തേക്ക് വരുന്നു. ഇതാണ് ആർത്തവം. പക്ഷെ എങ്ങനെയാണ് ഗർഭപാത്രത്തിൽ ബ്ലീഡിംഗ് ഉണ്ടാവുന്നത് എന്നുള്ളതാണ് ഞാൻ പറഞ്ഞുതരാൻ പോകുന്നത്. സോ നമുക്കൊക്കെ അറിയുന്ന പോലെ തന്നെ ഒരു ആരോഗ്യകരമായിട്ടുള്ള ഒരു ഗർഭപാത്രം, അല്ലെങ്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഗർഭപാത്രമുണ്ട്. അതിന്റെ രണ്ട് സൈഡിലേക്ക് ഫെലോപ്പിയൻ ട്യൂബ് എന്ന് പറയുന്ന, അതിന്റെയൊക്കെ ചിത്രങ്ങൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ, അല്ലെ? ഒരു ഫെലോപ്പിയൻ ട്യൂബ് എന്ന് പറയുന്ന രണ്ട് കൈ ഇങ്ങനെ പോകുന്ന പോലെ, അതിപ്പോ ഈ ഭാഗം ഗർഭപാത്രമാണെങ്കിൽ രണ്ട് കൈകൾ ഇങ്ങനെ പോകുന്നുണ്ട്. അതിന്റെ അറ്റത്ത് ഓവറി ഉണ്ട്, അഥവാ അണ്ഡാശയമുണ്ട്. ഗർഭപാത്രം ഒരു സഞ്ചി പോലെയാണ്. അത് താഴേക്ക് സെർവിക്സ് എന്ന് പറയുന്ന ഒരു ട്യൂബിലേക്കും പിന്നെ വജൈനയിലേക്കും പുറത്തേക്ക് ഓപ്പൺ ചെയ്യുന്നു. ഇതാണ് ഒരു ഫീമെയിൽ റിപ്രൊഡക്റ്റീവ് ഓർഗൻസിന്റെ ഒരു ഏകദേശ ചിത്രം. സോ ഇതിനെ നമുക്ക്, ഈ ഒരു സൈക്കിളിനെ നമുക്കൊരു 28 ദിവസം, എല്ലാവർക്കും 28 ദിവസം ആവണമെന്നില്ല കേട്ടോ, 24 മുതൽ 35 ദിവസം വരെ മാറാം. അത് ഓരോ സ്ത്രീകൾക്കും ഓരോ പോലെയാണ്. അപ്പൊ നമ്മളൊരു ഏകദേശം ഒരു ആവറേജ് ഐഡിയൽ സൈക്കിൾ എന്ന് പറഞ്ഞാൽ 28 ദിവസത്തെ സൈക്കിൾ എന്ന് നമുക്ക് എടുക്കാം. ഈ 28 ദിവസത്തിൽ എന്താണ് സംഭവിക്കുന്നത്? നോക്കൂ, നമ്മൾ ഒരു പെൺകുട്ടി ജനിച്ചു കഴിഞ്ഞാൽ എല്ലാ പെൺകുട്ടികൾക്കും ഈ പറയുന്ന യൂട്രസും ഓവറിയും ഫെലോപ്പിയൻ ട്യൂബും എല്ലാം ഉണ്ട്. അതായത് റിപ്രൊഡക്റ്റീവ് ഓർഗൻസ് ഒരു പെൺകുട്ടി ജനിച്ചു കഴിഞ്ഞാൽ ആ കുട്ടിയുടെ വയറ്റിലുണ്ട്. പക്ഷെ അതിന് പ്രായപൂർത്തി ആയിട്ടില്ല. നമ്മൾ ആദ്യത്തെ മെനാർക്കി, അത് അല്ലെങ്കിൽ ആദ്യം ഒരു പെൺകുട്ടി ഋതുമതിയാവുക എന്നൊക്കെ പറയില്ല, അതായത് ആദ്യത്തെ ആർത്തവം വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം ആ പെൺകുട്ടിയുടെ ഗർഭാശയവും അതുപോലെ തന്നെ അണ്ഡാശയവും അങ്ങനെയുള്ള റിപ്രൊഡക്റ്റീവ് ഓർഗൻസ് മെച്യൂരിറ്റിയിലേക്ക് എത്തുന്നു എന്നുള്ളതാണ് അതിന്റെ അർത്ഥം. അതായത് ഇപ്പൊ 5 വയസ്സുള്ള കുട്ടിക്കോ 6 വയസ്സുള്ള കുട്ടിക്കോ അത് പ്രായപൂർത്തിയായിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ അതിന്റെ മെച്യൂരിറ്റിയിൽ എത്തിയിട്ടില്ല. എന്നാൽ ഒരു കുട്ടി 12-13 വയസ്സാകുമ്പോൾ ആദ്യത്തെ ആർത്തവം ഉണ്ടാവുന്നു. ആ ആർത്തവം ഉണ്ടായിക്കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം ആ കുട്ടിയുടെ അണ്ഡാശയത്തിൽ നിന്ന് അണ്ഡം പുറത്തേക്ക് വരാൻ, അതായത് അത് മെച്യൂരിറ്റി എത്തി എന്നുള്ളതാണ് അർത്ഥം. എന്നാൽ ആദ്യത്തെ ആർത്തവം കഴിഞ്ഞാൽ തന്നെ കംപ്ലീറ്റ് മെച്യൂരിറ്റിയിലേക്ക് എത്തി എന്ന് പറയാൻ പറ്റില്ല. പിന്നെയും ചിലപ്പോൾ കുറച്ച് മാസങ്ങളോ വർഷങ്ങളോ ഒക്കെ എടുക്കാം അത് പ്രോപ്പർ ആയിട്ടുള്ള ഒരു മെൻസ്ട്രൽ സൈക്കിളിലേക്ക് എത്താൻ. കാരണം ആദ്യത്തെ ഇനീഷ്യൽ സൈക്കിൾസ് ഒക്കെ വളരെ ഇറഗുലർ ആയിരിക്കും. അത് അമ്മമാർക്കൊക്കെ അറിയാം. ആദ്യം ചിലപ്പോൾ വന്നു കഴിഞ്ഞാൽ പിന്നെ ചിലപ്പോൾ 6 മാസം കഴിഞ്ഞിട്ടൊക്കെ ആയിരിക്കും പിന്നെ വരിക. സോ ആദ്യത്തെ കുറച്ച് മാസങ്ങൾ ഇറഗുലർ ആയിരിക്കാം, അത് ഓക്കെയാണ്. അപ്പൊ ഒരു കംപ്ലീറ്റ് മെച്യൂരിറ്റിയിലേക്ക് എത്താൻ പ്രോപ്പർ ആദ്യത്തെ ആർത്തവം കഴിഞ്ഞ് പിന്നെയും കുറച്ച് മാസങ്ങൾ എടുത്തേക്കാം. ഓക്കെ, അത് ഓക്കെയാണ്. അപ്പോ എന്താണ് സംഭവിക്കുന്നത്? ആദ്യത്തെ ആർത്തവത്തിൽ ആ പെൺകുട്ടിയുടെ അണ്ഡാശയം മെച്യൂരിറ്റി ആയിട്ട് അണ്ഡാശയത്തിൽ നിന്ന് അണ്ഡം പുറത്തേക്ക്, അല്ലെങ്കിൽ ഓവം പുറത്തേക്ക് വരുന്നു. നമുക്കറിയാം സ്ത്രീകളിൽ നിന്നുണ്ടാവുന്ന ഓവം അഥവാ അണ്ഡവും അതുപോലെ പുരുഷന്മാരുടെ സ്പേമും കൂടി ചേർന്നിട്ടാണ് അണ്ഡവും അതുപോലെ തന്നെ സ്പേമും കൂടി ചേർന്നിട്ടാണ് ഒരു കുഞ്ഞ് അല്ലെങ്കിൽ എംബ്രിയോ എന്ന് പറയുന്ന ഒരു ജീവൻ ഉണ്ടാകുന്നത്. മനസ്സിലായില്ലേ? സോ ഒരു സ്ത്രീയും ഒരു പുരുഷനും ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്ന സമയത്ത് പുരുഷന്മാരിൽ നിന്നുണ്ടാവുന്ന ആ ഒരു ഉണ്ടല്ലോ, നമ്മുടെ സ്പേം അടങ്ങിയിട്ടുള്ള ആ ഒരു ഫ്ലൂയിഡും അതുപോലെ തന്നെ സ്ത്രീകളിലെ അണ്ഡവും കൂടി ചേർന്ന്, ഇതിലെ ഒരു സ്പേമും, ലക്ഷക്കണക്കിന് സ്പേം ഉണ്ട് ആ ഫ്ലൂയിഡില്, അതിലെ ഒരു സ്പേമും സ്ത്രീയുടെ അണ്ഡത്തിൽ നിന്നുണ്ടാവുന്ന ഒരു അണ്ഡവും തമ്മിൽ കൂടി ചേർന്നിട്ടാണ് ഒരു കുഞ്ഞുണ്ടാവുന്നത്. സോ ഇതിന്റെ ഒരു തുടക്കമാണ് പെൺകുട്ടികളിൽ, അതായത് ആർത്തവം ഉണ്ടായ ഒരു പെൺകുട്ടി അതിന് റെഡിയായി കഴിഞ്ഞു എന്നുള്ള ഒരു ഇൻഡിക്കേഷൻ കൂടി അവിടെ ഉണ്ട് കേട്ടോ. അപ്പോ ഇപ്പൊ ഈ അണ്ഡം പുറത്തേക്ക് വരുന്നു, അണ്ഡവിസർജനം നടക്കുന്നു അണ്ഡത്തിൽ നിന്ന്. അപ്പോൾ നമ്മുടെ യൂട്രസ് എന്താ വിചാരിക്കുക? നമ്മുടെ യൂട്രസ് ഓരോ തവണ അണ്ഡം പുറത്തേക്ക് വരുന്ന സമയത്തും നമ്മുടെ ഗർഭാശയം വിചാരിക്കുന്നത് ഈ അണ്ഡം
ഒരു സ്പേമുമായി കൂടി ചേർന്നിട്ട് ഇപ്പോൾ ഈ ഒരു സമയത്ത് ഈ അണ്ടവിസർജനം നടക്കുന്ന സമയത്ത് ഒരു ലൈംഗിക ബന്ധം ഉണ്ടാവുകയാണെങ്കിൽ ആ സ്പേമുമായി കൂടി ചേർന്നിട്ട് ഒരു കുഞ്ഞുണ്ടാവാനുള്ള എംബ്രിയോ ഉണ്ടാവാനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട്. സോ അങ്ങനെ ഉണ്ടാവുകയാണെങ്കിൽ അതിന് റെഡിയാവേണ്ടതുണ്ട്. അതായത് ഈ എംബ്രിയോ പറ്റിച്ചേർന്ന് കിടക്കേണ്ടത് ഗർഭാശയത്തിനുള്ളിലാണ് അല്ലെ. അപ്പൊ ആ ഗർഭാശയത്തിന് പല 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 പ്രിപ്പറേഷൻസും ചെയ്യാനുണ്ട്. എന്താണ് പ്രിപ്പറേഷൻ ചെയ്യാനുള്ളത്? ഒരു കുഞ്ഞ് വരികയാണെങ്കിൽ നമ്മൾ ചെയ്യുന്ന പ്രിപ്പറേഷൻസ് എന്താ? നല്ലൊരു കുഞ്ഞിനെ കിടക്കാനുള്ള ഒരു നല്ല ബെഡ് വാങ്ങും അല്ലെ. നല്ല പതുപതുത്ത നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബെഡ് വാങ്ങും. കുഞ്ഞിന് പുതപ്പിക്കാനുള്ള പുതപ്പുകൾ വാങ്ങും. അതായത് ആ എംബ്രിയോയ്ക്ക് പറ്റിച്ചേർന്നിരിക്കാനുള്ള നല്ലൊരു കുഷ്യൻ ഉണ്ടാക്കുക എന്നുള്ളത് ആരുടെ ഉത്തരവാദിത്തമാണ്? ഗർഭാശയത്തിന്റെ ഉത്തരവാദിത്തമാണ്. അപ്പൊ ആ ഗർഭാശയം എന്ത് ചെയ്യും? ഗർഭാശയത്തിന്റെ കുഷ്യൻ എന്താണ്? ഗർഭാശയത്തിന്റെ ഉള്ളില് ധാരാളം മസിൽ ലെയറുകളുണ്ട്. അപ്പോ അവിടെയുള്ള കോശങ്ങൾ കൂടുതലായിട്ട് വിഭജിച്ചിട്ട്, അതായത് അത് ഡിവിഷന് കൂടുതൽ മൾട്ടിപ്ലൈ ചെയ്തിട്ട് അവിടെ നല്ല ഒരു പതുപതുത്ത ഒരു സർഫസ് എന്ത് ചെയ്യും? ഗർഭാശയം ഉണ്ടാക്കിയെടുക്കും. എന്ത് പ്രതീക്ഷയിലാണ് ഉണ്ടാക്കുന്നത്? ഈ വിസർജിക്കപ്പെട്ട അണ്ഡം ഒരു സ്പേമുമായി കൂടിച്ചേർന്ന് ഒരു കുഞ്ഞുണ്ടാവാനുള്ള സാധ്യതയുണ്ടെന്ന് മുൻകൂട്ടി കണ്ടിട്ടാണ്. വളരെയധികം എന്താ പറയാ, ദീർഘദർശിയാണ് നമ്മുടെ യൂട്രസ്. അപ്പൊ അങ്ങനെ മുൻകൂട്ടി കണ്ടിട്ട് ആ യൂട്രസ് എന്ത് ചെയ്യും? ഇങ്ങനെയുള്ള ഒരു കുഞ്ഞു വന്നാൽ ആ കുഞ്ഞിനെ പറ്റിച്ചേർന്ന് കിടക്കാനുള്ള ആ ഒരു അവസ്ഥ യൂട്രസിന്റെ ഉൾഭാഗത്തേക്ക് ഉണ്ടാക്കും. അപ്പോൾ അവിടുത്തെ സെല്ലുകൾ കൂടുതൽ വിഘടിക്കും. അതിന്റെ ഫലമായിട്ട് യൂട്രസിന്റെ ഉള്ളിലെ വാളിന്റെ തിക്നെസ് കൂടും. അതിന്റെ കൂടെ തന്നെ അങ്ങോട്ടുള്ള രക്തയോട്ടം കൂട്ടും. കാരണം ഒരു സെല്ലിന് കൂടുതലായിട്ട് വിഭജിക്കണം എന്നുണ്ടെങ്കിൽ രക്തയോട്ടം വേണം, രക്തസപ്ലൈ വേണം, ഓക്സിജൻ വേണം. സോ അങ്ങോട്ട് ധാരാളം പുതിയ രക്തവെസലുകൾ, ബ്ലഡ് വെസൽസ് ഉണ്ടാകും. ആ ബ്ലഡ് വെസൽസ് കൂടുതൽ രക്തത്തിനെ ഈ പറയുന്ന യൂട്രസിന്റെ ഉള്ളിലേക്ക് കൊണ്ടുവരും. ഇതൊക്കെ ഉണ്ടാകുന്നത് എപ്പോഴാണെന്നറിയോ? നമ്മുടെ രണ്ടാമത്തെ, അതായത് ഒരു മെൻസ്ട്രേഷൻ കഴിഞ്ഞ് ആദ്യത്തെ 14 ദിവസം കഴിയുമ്പോഴാണ് സാധാരണ രീതിയിൽ. ഒരു 28 ദിവസത്തെ സൈക്കിൾ ആണെങ്കിൽ മെൻസ്ട്രേഷന്റെ ദിവസം, നമുക്ക് പീരീഡ്സ് ആവുന്ന ദിവസം ഡേ 1 എന്ന് കണക്കാക്കുകയാണെങ്കിൽ 14ാമത്തെ ദിവസമാണ് ഏകദേശം അണ്ടവിസർജനം നടക്കുന്നത്. ഓക്കെ, ഈ 14ാമത്തെ ദിവസം മുതൽ ഇങ്ങോട്ടുള്ള അടുത്ത 14 ദിവസത്തെ പ്രിപ്പറേഷനാണ് ഞാൻ ഈ പറഞ്ഞത്. അപ്പോൾ യൂട്രസ് ഇങ്ങനെ പ്രിപ്പയർ ചെയ്ത് അങ്ങോട്ടുള്ള ബ്ലഡ് വെസൽസ് കൂട്ടി, ബ്ലീഡിംഗ് രക്തയോട്ടം കൂട്ടി, അവിടെ കൂടുതൽ സെല്ലുകൾ പെറ്റുപെരുകി നല്ല രീതിയിൽ യൂട്രസിന്റെ ഉൾഭാഗം നല്ല തിക്കായി, നല്ല കട്ടിയായി, നല്ല സോഫ്റ്റ് ആയി ഇങ്ങനെ നിൽക്കുകയാണ്. പക്ഷെ എന്താ സംഭവിക്കുക? നോർമൽ രീതിയിൽ അണ്ഡം സ്പേമുമായിട്ട്, അതായത് ലൈംഗിക ബന്ധമോ ശാരീരിക ബന്ധമോ ഉണ്ടായിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ അണ്ഡം സ്പേമുമായിട്ട് കൂടിച്ചേരില്ല അല്ലെ. അപ്പൊ എന്ത് പറ്റും? ആ അണ്ഡം നശിച്ചു പോകും. ആ നശിച്ചു പോകുമ്പോഴാണ് യൂട്രസിന് മനസ്സിലാവുക, ഇത്തവണത്തെ സൈക്കിളില് അണ്ഡവും സ്പേമും തമ്മിൽ കൂടിച്ചേർന്നിട്ടില്ല. സോ എന്ത് പറ്റും? അപ്പോ ഇത്രയും ദിവസം ഉണ്ടാക്കിയ എല്ലാ പ്രിപ്പറേഷൻസും വെറുതെയായി അല്ലെ. അപ്പൊ എന്താ പറ്റുക? ഇതിങ്ങനെ കട്ടികൂടി നല്ല കട്ടിയിൽ നിൽക്കുകയാണ് യൂട്രസിന്റെ ഉൾഭാഗം, വിത്ത് ലോട്ട്സ് ഓഫ് ബ്ലഡ് വെസൽസ് ആൻഡ് ഓൾ. സോ അത് പെട്ടെന്ന് ഷെഡ് ചെയ്യാൻ തുടങ്ങും. ആ ഉണ്ടായ രക്തക്കുഴലുകൾ പൊട്ടും, അവിടെ നിന്ന് ബ്ലീഡിംഗ് ഉണ്ടാവും. അതിന്റെ കൂടെ തന്നെ ഈ എക്സ്ട്രാ ആയിട്ട് ഉണ്ടാക്കിയെടുത്ത സെല്ലുകൾ, കോശങ്ങളെല്ലാം ഷെഡ് ചെയ്യാൻ തുടങ്ങും, താഴേക്ക് നിലം പതിക്കാൻ തുടങ്ങും. അതാണ് മെൻസ്ട്രേഷൻ. ഓക്കെ, അപ്പോ ആദ്യത്തെ നിങ്ങൾ ഡേ 1 എന്ന് മെൻസ്ട്രേഷന്റെ ദിവസത്തെ എടുത്തു കഴിഞ്ഞാൽ ഡേ 1 മുതൽ ഡേ 14 ദിവസം വരെ എന്താണ് സംഭവിക്കുന്നത്? നമ്മുടെ അണ്ഡം കൂടുതൽ അണ്ഡാശയത്തിൽ നിന്ന് വരുന്ന അണ്ഡം മെച്യൂരിറ്റി ഉണ്ടാക്കുകയാണ്. അതിന്റെ ഒരു മെച്യൂറേഷൻ ഫേസ് ആണ് ആദ്യത്തെ 14 ദിവസം. ഏകദേശം 14ാമത്തെ ദിവസം ആവുമ്പോൾ അണ്ഡവിസർജനം നടക്കുന്നു. ആ അണ്ഡവിസർജനം നടത്ത് നെക്സ്റ്റ് 14 ദിവസം നമ്മുടെ യൂട്രസ് അണ്ഡം സ്പേമുമായിട്ട് കൂടിച്ചേർന്ന് കുഞ്ഞുണ്ടാവും എന്ന പ്രതീക്ഷയിൽ ഇങ്ങനെ യൂട്രസിന്റെ ഉൾഭാഗത്തെ സെല്ലുകളെ മൾട്ടിപ്ലൈ ചെയ്ത് വലുതാക്കി അവിടുത്തെ കട്ടി കൂട്ടുകയും അങ്ങോട്ട് കൂടുതൽ രക്തയോട്ടം ഉണ്ടാക്കുകയും ബ്ലഡ് വെസൽസിനെ കൂടുതലായിട്ട് അങ്ങോട്ട് ഉണ്ടാക്കുകയൊക്കെ ചെയ്യും. പക്ഷേ അണ്ഡവും സ്പേമും തമ്മിൽ കൂടിച്ചേരുന്നില്ല, അവിടെ ഒരു എംബ്രിയോ ഉണ്ടാവുന്നില്ല. ആ ഒരു അവസ്ഥയിൽ എന്ത് പറ്റും? അത്രയും നേരം ഉണ്ടാക്കിയ എല്ലാ പ്രിപ്പറേഷൻസും വൃഥാവിലാവും. സോ ബ്ലീഡിംഗ് തുടങ്ങും. എങ്ങനെ? ഈ ബ്ലഡ് വെസൽസ് ഒക്കെ പൊട്ടി തുടങ്ങും. അതിന്റെ കൂടെ തന്നെ എക്സ്ട്രാ ആയിട്ട് ഉണ്ടാക്കിയ പാളികളൊക്കെ ഉണ്ടല്ലോ, അതെല്ലാം താഴത്തേക്ക് ഷെഡ് ചെയ്ത് കൊടുക്കും. അതുകൊണ്ടാണ് ബ്ലീഡിങ്ങിന്റെ കൂടെ നമുക്ക് കുറച്ച് ചില സോളിഡ് പാർട്ടിക്കിൾസും പോവും അല്ലെ. വെറും ബ്ലീഡിംഗ് ആയിട്ടല്ല, ചിലപ്പോൾ കുറച്ച് രക്തക്ലോട്ടുകൾ പോവും, കുറച്ച് സോളിഡ് പാർട്ടിക്കിൾസ്. ഇതൊക്കെ ആ സെല്ലുകളാണ്, ഈ ഷെഡ് ചെയ്യുന്ന സെല്ലുകളാണ് കേട്ടോ. അപ്പൊ ഇതാണ് അങ്ങനെ നമ്മുടെ ബ്ലീഡിംഗ് തുടങ്ങും. ആ ബ്ലീഡിംഗ് തുടങ്ങുമ്പോഴാണ് അതിനെ നമ്മൾ ആർത്തവം എന്ന് പറയുന്നത്. സോ ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, ഒരു സ്ത്രീ പ്രഗ്നന്റ് ആയിക്കഴിഞ്ഞാൽ എന്തുകൊണ്ടാണ് ആർത്തവം ഉണ്ടാവാത്തത്? ഒരു സ്ത്രീ പ്രഗ്നന്റ് ആയിക്കഴിഞ്ഞാൽ നമ്മൾ മാസക്കുടി തെറ്റുക എന്നാണ് പറയുക അല്ലെ. എല്ലാവരും നാടൻ ഭാഷയിൽ എന്താ പറയാ? മാസക്കുടി തെറ്റുക എന്ന് പറയും. എന്താണ് മാസക്കുടി തെറ്റുക? അതായത് മെൻസ്ട്രേഷൻ നിൽക്കും അല്ലെ. അതായത് 14ാമത്തെ ദിവസം അണ്ടവിസർജനം നടന്നു, ആ സമയത്ത് തന്നെ ഒരു ലൈംഗിക ബന്ധം ഉണ്ടായി,
സ്പേം വന്ന് അണ്ടവുമായി കൂടിച്ചേർന്ന് എംബ്രിയോ ഉണ്ടായി. അപ്പൊ നമ്മുടെ യൂട്രസിന്റെ പ്രതീക്ഷ പൂവണിഞ്ഞു അല്ലെ. നമ്മുടെ യൂട്രസ് ആരെ പ്രതീക്ഷിച്ചാണ് നിൽക്കുന്നത്? ഒരു കുഞ്ഞുവാവയെ പ്രതീക്ഷിച്ച് നിൽക്കുകയാണ്. സോ യൂട്രസിന്റെ എല്ലാ പ്രിപ്പറേഷൻസും യൂസ്ഫുൾ ആയി. അപ്പൊ എന്ത് പറ്റും? ഈ ബ്ലീഡിങ്ങും ഇതൊന്നും ഉണ്ടാവില്ല. കാരണം ഈ എംബ്രിയോ യൂട്രസ് ഉണ്ടാക്കിയാൽ ആ കുഞ്ഞു മെത്തയിൽ പോയിട്ട് പറ്റിപ്പിടിച്ച് വളരാൻ തുടങ്ങും. സോ അവിടെ ഉണ്ടായ എല്ലാ ബ്ലഡ് വെസൽസും കോശങ്ങളും എല്ലാം ആ കുഞ്ഞിന് കൂടുതൽ ന്യൂട്രീഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട് അതുപോലെ തന്നെ നിലനിൽക്കും. സോ നമ്മുടെ ആർത്തവം ഉണ്ടാവുന്നില്ല. അതുകൊണ്ടാണ് നമ്മൾ എന്ത് പറയുന്നത്? ആ മാസക്കുളി തെറ്റി അല്ലെങ്കിൽ ആർത്തവം തെറ്റി എന്നൊക്കെ പറയുന്നത്. പിന്നെ നമുക്ക് ആർത്തവം ഉണ്ടാവുന്നത് കുഞ്ഞുണ്ടായി കഴിഞ്ഞതിന് ശേഷം പിന്നെയും കുറച്ച് മാസങ്ങൾ കഴിഞ്ഞിട്ടാണ്. മനസ്സിലായോ? അപ്പൊ ഇതാണ് ആർത്തവം അഥവാ പീരീഡ്സ് എന്ന് പറയുന്ന സംഭവം. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായോ? ഇങ്ങനെയാണ് ഈ 28 ദിവസം കഴിയുമ്പോൾ, ഓരോ 28 ദിവസം കഴിയുമ്പോഴും സ്ത്രീകൾക്ക് ബ്ലീഡിംഗ് ഉണ്ടാവുന്നത്. അതായത് അവരുടെ ശരീരത്തിൽ നിന്ന് എക്സ്പെൽ ചെയ്യപ്പെട്ട, വിസർജനം ചെയ്യപ്പെട്ട അണ്ടാശയത്തിൽ നിന്ന് പുറത്തു വന്ന അണ്ടം സ്പേമുമായി കൂടി ചേരുന്നില്ല. സോ അത് നശിപ്പിക്കപ്പെടുന്നു. അതിന്റെ കൂടെ തന്നെ ഈ സ്പേമുമായി കൂടി ചേരുമെന്ന പ്രതീക്ഷയിൽ ഉണ്ടാക്കിയെടുത്ത ബ്ലഡ് വെസൽസും കോശങ്ങളും എല്ലാം ഷെഡ് ചെയ്യപ്പെടുന്നു. അത് പൊട്ടി താഴത്തേക്ക് ബ്ലീഡിംഗ് ആയിട്ട് വിസർജിക്കപ്പെടുന്നു. അതാണ് ആർത്തവം. കേട്ടോ? ഇപ്പൊ അമ്മമാർക്കും അച്ഛന്മാർക്കും ഒക്കെ മനസ്സിലായോ എന്താണ് ആർത്തവം? ഇനിയെങ്കിലും നമ്മുടെ കുഞ്ഞുങ്ങൾക്കൊക്കെ കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കാൻ പറ്റില്ലേ എന്താണ് ആർത്തവം എന്ന് ചോദിക്കുമ്പോൾ? അല്ലാതെ മാസം മാസം ഉണ്ടാകുന്ന ബ്ലീഡിംഗ് ആണ് എന്ന് മാത്രം നമ്മൾ പറഞ്ഞു കൊടുത്താൽ പോരാ. ഇതുകൊണ്ടാണ് നമ്മൾ എന്ത് പറയുന്നത്? അതായത് മെനാർക്കി അല്ലെങ്കിൽ ആയിക്കഴിഞ്ഞ പെൺകുട്ടികളുടെ അടുത്തൊക്കെ നമ്മൾ കൃത്യമായിട്ട് ഗർഭനിരോധന മാർഗങ്ങൾ പറഞ്ഞു കൊടുക്കണമെന്ന് പറയുന്നത്. കാരണം അവരുടെ അണ്ടാശയം മെച്യൂരിറ്റിയായി, അവരുടെ അണ്ടം വിസർജിക്കപ്പെട്ടു തുടങ്ങി. അതുകൊണ്ട് തന്നെ എന്തെങ്കിലും ഒരു അബദ്ധത്തിൽ ഒരു ലൈംഗിക ബന്ധം ഉണ്ടായിക്കഴിഞ്ഞാൽ അവർ പ്രഗ്നന്റ് ആവാനുള്ള, ഗർഭിണിയാവാനുള്ള സാധ്യത നിലനിൽക്കുന്നു. അതുകൊണ്ടാണ് നമ്മൾ അഡോളസന്റ് ഏജ് ഗ്രൂപ്പ്, നമ്മുടെ വീട്ടിലെ ടീനേജുകാർക്കൊക്കെ ഇതിനെപ്പറ്റി കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കണം എന്ന് പറയുന്നത്. മനസ്സിലായോ? അല്ലാതെ ഇതിനെപ്പറ്റി മിണ്ടാതിരുന്നിട്ട് കാര്യമില്ല. ഇന്നത്തെ കാലത്ത് ടീനേജ് പ്രഗ്നൻസീസ് വലിയൊരു റിസ്ക് ആയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ വീട്ടിലെ കുട്ടികൾ, പ്രായപൂർത്തി എത്താത്ത കുട്ടികൾ പലരും പ്രഗ്നന്റ് ആവുന്നു. നമ്മൾ വായിക്കുന്നില്ല എത്രയോ. എന്നിട്ട് 18കാരനെ അറസ്റ്റ് ചെയ്തു, 16കാരനെ അറസ്റ്റ് ചെയ്തു എന്നൊക്കെ പറഞ്ഞ എത്ര വാർത്തകളാണ് നമ്മൾ വായിക്കുന്നത്. ബേസിക്കലി ആ കുട്ടികളാണോ ഇതിന്റെ തെറ്റുകാര്? അല്ല, നമ്മൾ കൂടിയാണ്. നമ്മൾ പറഞ്ഞു കൊടുക്കാത്തത് കൊണ്ട് കൂടിയാണ് അവർ അങ്ങനെയുള്ള അപകടങ്ങളിൽ പോയി ചാടുന്നത്. അത് ആൺകുട്ടിയാവട്ടെ പെൺകുട്ടിയാവട്ടെ. സോ നിങ്ങളുടെ വീട്ടിലുള്ള ആൺകുട്ടിക്കും പെൺകുട്ടിക്കും നിർബന്ധമായിട്ട് എന്താണ് ആർത്തവം, ഇത് പെൺകുട്ടിക്ക് മാത്രം പറഞ്ഞു കൊടുക്കാനുള്ളതല്ല കേട്ടോ, ആൺകുട്ടികൾക്കും പറഞ്ഞു കൊടുക്കണം. കാരണം എല്ലാ കുട്ടികളും മനസ്സിലാക്കേണ്ട ഒരു ബയോളജിക്കൽ പ്രോസസ്സാണ് ആർത്തവം എന്ന് പറയുന്നത്. മനസ്സിലായോ? എങ്ങനെയാണ് ഒരു സ്ത്രീ പ്രഗ്നന്റ് ആവുന്നത്, എന്താണ് അതിലുണ്ടാവുന്ന പ്രക്രിയ, അണ്ടം എവിടെ നിന്നാണ് വരുന്നത്, സ്പേം എവിടെ നിന്നാണ് വരുന്നത്, അത് രണ്ടും തമ്മിൽ ചേർന്ന് കഴിഞ്ഞാൽ ഉണ്ടാവുന്ന എംബ്രിയോ അത് എവിടെയാണ് പോയിട്ട് പിടിച്ചു നിൽക്കുന്നത്, ഇതെല്ലാം ഇതിന്റെ ബേസിക് ആയിട്ടുള്ള ബയോളജിയാണ്. ഇതെല്ലാവരും അറിഞ്ഞിരിക്കേണ്ടത് വളരെയധികം ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. അപ്പോൾ ഇനി എന്തെങ്കിലും സംശയങ്ങളുണ്ടോ? 2 മിനിറ്റിൽ ചോദിച്ചോളൂ. ഞാനിപ്പോ ഈ പറഞ്ഞ കാര്യങ്ങളിൽ ഞാൻ കൃത്യമായിട്ട് പറഞ്ഞു തന്നു. 28 ഡേ സൈക്കിൾസിൽ ഡേ 1 നമ്മൾ ഏതായിട്ട് എടുക്കേണ്ടത്? ആർത്തവം ഉണ്ടാകുന്ന നമ്മുടെ ആ പീരീഡ്സിന്റെ ആദ്യത്തെ ദിവസം ഡേ 1 ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ ആദ്യത്തെ 14 ദിവസങ്ങൾ, ഡേ 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, ആ 14 ദിവസങ്ങൾ, ആദ്യത്തെ 14 ദിവസങ്ങൾ അണ്ടാശയത്തിൽ, ആ സ്ത്രീയുടെ അണ്ടാശയത്തിലെ അണ്ടം മെച്യൂർ ആവുന്ന സമയമാണ്. അത് മെച്യൂർ ആയി കഴിഞ്ഞാൽ ഏകദേശം 14ാമത്തെ ദിവസം ആവുമ്പോൾ ആ അണ്ടം പുറത്തേക്ക് വിസർജിക്കപ്പെടുന്നു. ആ വിസർജിക്കപ്പെട്ടു കഴിഞ്ഞാൽ ഉടൻ തന്നെ നമ്മുടെ യൂട്രസിന്റെ പ്രിപ്പറേഷൻസ് തുടങ്ങുന്നു. എന്നാൽ കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ യൂട്രസിന് മനസ്സിലാവുന്നു അണ്ടം സ്പേമുമായി കൂടി ചേർന്നിട്ടില്ല, അതുകൊണ്ട് തന്നെ എംബ്രിയോ വരാൻ പോകുന്നില്ല. സോ ആ പ്രിപ്പറേഷൻസ് ആയിട്ട് ഉണ്ടായ ബ്ലഡ് വെസൽസും കോശങ്ങളും എല്ലാം പുറത്തേക്ക് ഷെഡ് ചെയ്യപ്പെടുന്നു. അതുണ്ടാവുന്നത് ഏകദേശം 28ാമത്തെ ദിവസമാണ്. ആ ദിവസമാണ് മെൻസ്ട്രേഷൻ പിന്നെയും തുടങ്ങുന്നത്. എഗെയിൻ ഡേ 1. മനസ്സിലായോ? ഇതാണ് ഈ പറയുന്ന 28 ദിവസത്തെ സൈക്കിൾ. പലരും പ്രഗ്നന്റ് ആവാൻ ട്രൈ ചെയ്യുന്ന കപ്പിളിനോടൊക്കെ പറയും, അതായത് 14ാമത്തെ ദിവസമാണ് അല്ലെ നമ്മൾ ശാരീരിക ബന്ധം പുലർത്തേണ്ട ദിവസം, നിങ്ങൾ ആ ദിവസങ്ങൾ ബന്ധപ്പെടാൻ ശ്രമിക്കണം എന്നൊക്കെ പറയുന്നത് എന്തുകൊണ്ടാണ്? ഇപ്പൊ ഞാൻ പറഞ്ഞ പ്രകാരം ആ 14ാമത്തെ ദിവസമാണ് അണ്ടം വിസർജിക്കപ്പെടുന്ന ദിവസം. ആ ദിവസം ശാരീരിക ബന്ധം ഉണ്ടായാണ് കുട്ടികൾ ഉണ്ടാവാനുള്ള സാധ്യത ഏറ്റവും കൂടുതലായിട്ട് ഉണ്ടാവുക കേട്ടോ. അപ്പൊ അതുകൊണ്ട് ഇതൊക്കെ നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. സാധാരണ രീതിയിൽ ഗൈനക്കോളജിസ്റ്റ് ഒക്കെ പറഞ്ഞു കൊടുക്കും, ഇങ്ങനെ നമ്മൾ ഡേറ്റ് മാർക്ക് ചെയ്യണം, 14ാമത്തെ 15ാമത്തെ ദിവസമാണ് നിങ്ങൾ കോണ്ടാക്ട് വെക്കേണ്ടത് എന്നൊക്കെ. എന്തെങ്കിലും സംശയങ്ങളുണ്ടോ? കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ദയവ് ചെയ്ത് ഇപ്പൊ ചോദിച്ചോളൂ. ദയവ് ചെയ്തിട്ട് ഈ കാണുന്ന എല്ലാവരും ഈ ഒരു ടോക്ക് പരമാവധി ഷെയർ ചെയ്യണം. കാരണം ഇതെല്ലാ അച്ഛനമ്മമാരും സ്വന്തം മക്കൾക്ക് പറഞ്ഞു കൊടുക്കേണ്ട ഒരു ബയോളജിക്കൽ പ്രോസസ്സാണ്. അത് വളരെ സിമ്പിൾ ആയി ഞാൻ പറഞ്ഞു തന്നു എന്നേ ഉള്ളൂ. പലർക്കും അച്ഛനമ്മമാർക്ക് തന്നെ അറിയില്ല എന്താണ് ആർത്തവം എന്നുള്ളത്. ഇത് ഉണ്ടാവുന്ന ബ്ലീഡിംഗ് എന്നുള്ളത് മാത്രമാണ്. ഇത് എവിടുന്ന് ബ്ലഡ് വരുന്നു, എങ്ങനെ ബ്ലഡ് വരുന്നു, എന്തുകൊണ്ടാണ് എല്ലാ മാസവും ഇത് വരുന്നത്, ഇതൊന്നും പലർക്കും അറിയില്ല. സോ അതുകൊണ്ടാണ് ഞാൻ ഇന്നത് പറഞ്ഞുതരാന്ന് വിചാരിച്ചത് കേട്ടോ. യെസ്, ഇനി എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ.
സംശയങ്ങളൊന്നുമില്ലേ? എല്ലാം മനസ്സിലായോ? ഞാൻ പറഞ്ഞതൊക്കെ മനസ്സിലായോ? ഇതാ ഞാൻ പറഞ്ഞത്, 26 ദിവസം ആവുന്നതുകൊണ്ട് കുഴപ്പമില്ല. നോക്കി, എല്ലാവർക്കും ഇങ്ങനെ കൃത്യം 28 ദിവസം ഒന്നും ആവില്ല. ഒരു 24 ദിവസം മുതൽ ഒരു 35 ദിവസം വരെ ഓക്കെയാണ്. ഒരു ജസ്റ്റ് ഒരു 3 to 4 ഡേയ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും പോകണോണ്ടൊന്നും കുഴപ്പമില്ല. പക്ഷേ നിങ്ങൾക്ക് എല്ലാ 15 ദിവസം പീരീഡ്സ് വരുന്നുണ്ടെങ്കിൽ അത് അബ്നോർമൽ ആണ്. നിങ്ങൾക്ക് എല്ലാ പീരീഡ്സും വരുന്നത് 2 മാസത്തിൽ ഒരിക്കലാണെങ്കിൽ അത് അബ്നോർമൽ ആണ്. മനസ്സിലായോ? സോ 28 ദിവസം നമ്മൾ ഐഡിയൽ ആയിട്ട് പറയുന്നുണ്ടെങ്കിലും കുറച്ചൊരു 4-5 ദിവസം പുറകിലേട്ടും 4-5 ദിവസം അങ്ങോട്ടും ഒരു 22 to 35 ഡേയ്സ് ഒക്കെയാണ് തോന്നുന്നു അവർ നോർമൽ പറയുന്നത്. അപ്പൊ ഒരു 24 to 35 ഡേയ്സ്, അതായത് അത്രയും ആ ഒരു ഗ്യാപ്പ് നമ്മൾ കൊടുക്കും. പക്ഷേ എല്ലാ 15 ദിവസവും നിങ്ങൾക്ക് 15 ദിവസത്തിലാണ് നിങ്ങളുടെ സൈക്കിൾ വരുന്നതെന്നുണ്ടെങ്കിൽ അത് പ്രശ്നമാണ്. അതല്ല ഈ 35 ദിവസം ഒന്നല്ല, എല്ലാ 45 ദിവസം 50 ദിവസത്തിലൊക്കെയാണ് നിങ്ങളുടെ സൈക്കിൾ എന്നുണ്ടെങ്കിൽ അതും അബ്നോർമൽ ആണ്. സോ അപ്പൊ അങ്ങനെ ഉണ്ടെങ്കിൽ ഗൈനക്കോളജിസ്റ്റിനെ കാണണം. മെൻസ്ട്രൽ കപ്പ് ഉപയോഗിക്കുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല സുഭാഷ്, നല്ലതാണ്. വളരെ ഇറഗുലർ പീരീഡ്സ് ആണെങ്കിൽ ദയവ് ചെയ്തിട്ട് ഡോക്ടറെ കാണുക കേട്ടോ. പലരും അതാണ് ഇപ്പൊ ചോദിക്കുന്നത്. പലരും 23 ഡേയ്സിൽ വരുന്നത് ഓക്കെയാണ്, 20 ഡേയ്സിൽ. നോക്കൂ, നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ഒരു കണക്ക് വേണം. എല്ലാ 23 ഡേയ്സിലും നിങ്ങൾക്ക് ഓക്കെ കറക്റ്റ് ആയിട്ട് എല്ലാ 23 ഡേയ്സിലും കറക്റ്റ് ആയിട്ട് വരുന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് ഓക്കെ ഐ തിങ്ക്. ബട്ട് നിങ്ങൾക്ക് ചിലപ്പോൾ 20 ഡേയ്സിൽ വരുന്നു, ചിലപ്പോൾ 15 ദിവസത്തിൽ വരുന്നു, ചിലപ്പോൾ 23 ഡേയ്സിൽ വരുന്നു. അങ്ങനെ വളരെ ഇറഗുലർ ആയിട്ടാണെങ്കിൽ അത് നിങ്ങൾ ഗൈനക്കോളജിസ്റ്റിനെ കാണിക്കേണ്ട ഒരു സംഭവമാണ് കേട്ടോ. ഓക്കെ, അപ്പൊ ഇന്നത്തെ ടോക്ക് ഞാൻ വൈൻഡപ്പ് ചെയ്യുകയാണ്. ദയവ് ചെയ്തിട്ട് എല്ലാവരും എല്ലാ അച്ഛനമ്മമാരിലേക്കും എല്ലാ മക്കളിലേക്കും ഇത് ഷെയർ ചെയ്തെത്തിക്കുക കേട്ടോ. ബൈ, ടേക്ക് കെയർ.